ഉച്ചയ്ക്ക് ചോറിന് കറി ഉണ്ടാക്കുമ്പോൾ വൈകുന്നേരം ചായക്കുള്ള പലഹാരവും കൂടി ഉണ്ടാക്കാം. കുഴിവെള്ള ഒരു പാനിൽ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ ഓരോ ഉരുളയും ഇട്ട് കൊടുക്കാം. ഈ മഴയുള്ള സമയത്ത് ചൂട് ചായയുടെ കൂടെ ഇതുപോലെ ചൂട് ഫ്രൈ ചെയ്ത പലഹാരം കഴിക്കാനും എല്ലാവർക്കും താല്പര്യമാണ്, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് വളരെ ഇഷ്ടമാവും. ഞാൻ ഉച്ചയ്ക്ക് കറി വയ്ക്കാൻ ഉപയോഗിച്ച ചെറുപയർ വേവിച്ചപ്പോൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. വേവിച്ച ചെറുപയർ ശർക്കരയും തേങ്ങയും ഏലക്കാപ്പൊടിയും ചേർത്തൊന്ന് വിളയിച്ചെടുക്കുക. അതിനുശേഷം ചെറുതായിട്ട് ഉരുട്ടി ഈ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളും കൂടി ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. ചായയുടെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ചൂടോടുകൂടി നല്ല ക്രിസ്പിയാണ്, പുറം ഭാഗം ഉള്ളു നല്ല സോഫ്റ്റുമാണ്, വളരെ ഹെൽത്തിയുമാണ്. ചെറുപയർ വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകിച്ചും ചെറുപയറൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ വളരെ പെട്ടെന്ന് നമുക്കിതുണ്ടാക്കി കൊച്ചുങ്ങൾക്ക് കൊടുക്കാം. പിന്നെ ഈ വിളയിച്ച ബാറ്റർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്നും കുട്ടികൾക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. മുക്കി പൊരിക്കുന്ന ബാറ്റർ ഞാൻ എടുത്തിരിക്കുന്നത് തുല്യ അളവിൽ ഗോതമ്പ് മാവും മൈദയും കൂടി എടുത്തിട്ടാണ് കലക്കിയെടുത്തത്. അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റുള്ള ചായക്കടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.